ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 30/2021 എന്ന പുസ്തകമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മൂത്തോൻ സംവിധാനം ചെയ്തത്. ഓപ്ഷൻ ബി ഗീതു മോഹൻദാസ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ സി നിവിൻ പോളി. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി. ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം. ഓപ്ഷൻ ഡി ഒരു വെർജീനിയൻ വെയിൽക്കാരൻ. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ. ഓപ്ഷൻ സി ജലസമാധി. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി. ഓപ്ഷൻ എ പ്രിയങ്ക ചോപ്ര. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര്. ഓപ്ഷൻ ഡി ഭാരത് മാതാ ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ലോസ് ആഞ്ചൽസ്. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ഓപ്ഷൻ സി ഹിന്ദി. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ എ തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഓപ്ഷൻ സി 30 ഡിഗ്രി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻ ഡി ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ ഡി ഗംഗ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. ഓപ്ഷൻ സി ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ഉച്ചരിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഓപ്ഷൻ സി ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1858. ബംഗാളിൽ വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര്?
ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം? ഓപ്ഷൻ എ ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബംഗാൾ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി? ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി? ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയനുസരിച്ച് ഡാഷ് ആണ്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല സമ്മതിദാന അവകാശം. 34 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ സി അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ബി പാർലമെന്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ഓപ്ഷൻ ബി 40 സെന്റിമീറ്റർ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? ഓപ്ഷൻ ബി തട്ടേക്കാട്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം? ഓപ്ഷൻ ഡി കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? ഓപ്ഷൻ സി കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? ഓപ്ഷൻ സി മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഓപ്ഷൻ സി തിരുമംഗലം, കൊല്ലം. അമ്പത്തൊന്നാമത്തെ ചോദ്യം. അക്കമ്മ ചെറിയാന്റെ ജന്മസ്ഥലം? ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്? ഓപ്ഷൻ സി പുതുക്കാട്.
അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഓപ്ഷൻ സി വെങ്ങാനൂർ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? ഓപ്ഷൻ എ കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? ഓപ്ഷൻ ബി 4. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്? ഓപ്ഷൻ ബി ഫ്ലൂറ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്? ഓപ്ഷൻ ബി O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം? ഓപ്ഷൻ എ സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ ബി സെറിബെല്ലം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി എസെൻട്രിക്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ? ഓപ്ഷൻ സി വിറ്റമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം? ഓപ്ഷൻ എ ജീവകം കെ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഓപ്ഷൻ എ 2. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഓപ്ഷൻ സി പ്രോട്ടിയം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം? ഓപ്ഷൻ സി ഓക്സിജൻ. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം? ഓപ്ഷൻ ബി കുറയും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ? ഓപ്ഷൻ എ കുറവായിരിക്കും. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും? ഓപ്ഷൻ ഡി 8.2 മിനിറ്റ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ എർഗ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്? ഓപ്ഷൻ എ മീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണ്? ഓപ്ഷൻ ബി പിണ്ഡം. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? ഓപ്ഷൻ എ 2. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതമേത്? ഓപ്ഷൻ എ 63,264. 1.72ന്റെ പകുതിയോട് 0.42ന്റെ 1/3 കൂട്ടിയാൽ തുക? ഓപ്ഷൻ എ 1.
617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 സമം ഓപ്ഷൻ സി 629.6357. 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ. ഓപ്ഷൻ ബി 11/6. താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ ബി 13/12. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ എ 100.5. ഒരു വ്യാപാരി റേഡിയോ വാങ്ങി വില 3000 രൂപ. 20% കൂട്ടി വിലയിട്ടു അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട്? ഓപ്ഷൻ സി 10%. അടുത്ത ചോദ്യം ക്യാൻസൽഡ് ആണ്. 90ാമത്തെ ചോദ്യം. ഒരു മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം. ഓപ്ഷൻ എ 40 മിനിറ്റ്. ഗുണനത്തെയും പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 പ്ലസ് 25 ഹരണം 15 മൈനസ് 5 എത്ര? ഓപ്ഷൻ എ 110. 32 × 43 സമം 2334. 47 × 67 സമം 7476 ആയാൽ 13 × 72 എന്തായിരിക്കും? ഓപ്ഷൻ ഡി 3127. 2357 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓപ്ഷൻ ബി 11. 2 സമം 0, 3 സമം 3, 4 സമം 6, 5 സമം 9 എന്നാൽ 7 സമം എത്ര? ഓപ്ഷൻ ബി 15. എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. ഓപ്ഷൻ ഡി ആക്ഷൻ. ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. ഓപ്ഷൻ ഡി ക്യാൻസർ. താഴെ പറയുന്നവയിലെ വ്യത്യസ്തനാണ്. ഓപ്ഷൻ ബി സ്റ്റെർലിംഗ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ഓപ്ഷൻ സി ബാറ്ററി. അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2. 10 വർഷത്തിനു ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകന്റെ പ്രായമെന്ത്? ഓപ്ഷൻ ബി 20. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിന്റെ സ്ഥാനം എത്ര? ഓപ്ഷൻ ഡി 31. എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.